അനുരാഗതീരം ഭാഗം 7. രചന അഭിരാമി. അനുരാധയെ ഡേവിയുടെ മുറിയിൽ നിന്നും താഴെയുള്ള മറ്റൊരു മുറിയിലേക്കായിരുന്നു റോസ്ലിൻ മാറ്റിയത്. അത് അവരുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആ മുറിയിലേക്കുള്ള മാറ്റം അനുരാധയ്ക്കും സന്തോഷം തന്നെയായിരുന്നു നൽകിയത്. കുളിച്ചോ? കുളി കഴിഞ്ഞിറങ്ങി വന്നവളെ കാത്ത് മുറിയിലിരിക്കുകയായിരുന്ന റോസ്ലിൻ ചോദിച്ചതിന് മറുപടിയായി അവൾ തലയനക്കി. ഞാനേ കൊച്ചിനിടാനുള്ളതും കൊണ്ട് വന്നതാ. നിന്റെ കെട്ടിയവനാണെന്നും പറഞ്ഞ് നടക്കുന്നവൻ ഇതുവരെ വന്നില്ലല്ലോ. പിന്നെ എന്നതേലും കുളിച്ചിട്ട് മാറ്റണ്ടായോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. അവർ കയ്യിലിരുന്ന ഡ്രസ്സ് അവൾക്ക് നീട്ടി. വീണ്ടും ഉള്ളമൊന്ന് കൊളുത്തി വലിച്ചെങ്കിലും അനുരാധ അത് കൈനീട്ടി വാങ്ങി. എൻ്റെ മോള് ഡേസിയുടെയാ ഇതൊക്കെ. അവൾ കെട്ടുകഴിഞ്ഞങ്ങ് കെട്ടിയവൻ്റെ വീട്ടിലാ. അലക്സ് പട്ടാളത്തിലാ. അവർക്ക് 2 പിള്ളേരാ. ഡേവിയുടെ മൂത്തതാ ഡേസി. അവനൊരു പെണ്ണ് കെട്ടിക്കാണാൻ ഏറ്റവും കൊതിച്ചത് അവളായിരുന്നു. ഞാൻ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം വൈകാതെ ഒരു വരവ് പ്രതീക്ഷിക്കാം. മകളുടെ കാര്യം പറഞ്ഞ നേരത്തൊക്കെ റോസ്ലിൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടർന്നിരുന്നു. അനുരാധ കൗതുകത്തോടെയായിരുന്നു അത് നോക്കി നിന്നത്. ഞാൻ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടങ്ങ് നിന്നു. കൊച്ചു പോയി ഡ്രസ്സ് മാറ്റ്. ഇന്നും കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ. നാളെ അവന് നേരമില്ലെങ്കിൽ പിന്നെ നമുക്ക് പോയി വാങ്ങാം വേണ്ട സാധനങ്ങളൊക്കെ. അവൻ്റെ കാര്യമൊക്കെ ഇങ്ങനാ. വടി വെക്കുന്നിടത്ത് കൊട വെക്കാത്ത പ്രകൃതവാ. റോസ്ലിൻ്റെ വർത്താനം കേട്ട് അനുരാധയൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ കൊച്ചി എന്ന് വേഷം മാറ്റിക്കൂ. ഞാൻ പോയി തിരി കത്തിക്കട്ടെ. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ സന്ധ്യ നേരത്ത് കുരിശു വരച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലും. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അനുരാധയൊന്ന് മൂളി. അപ്പോഴേക്കും റോസ്ലിൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. അനുരാധ ഒരു നെടുവീർപ്പോടെ ബാത്റൂമിലേക്ക് നടന്നു. നേരത്തെ ചെയ്തതുപോലെ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരി കഴുകി വിരിച്ച് പുതിയത് ധരിച്ചു. പുറത്തേക്ക് വന്ന് മുറിയിലെ തോർത്തഴിച്ച് മാറ്റി മുടിയൊന്ന് കുടഞ്ഞിട്ട് കോതിയിട്ടു. ഡ്രസ്സിംഗ് ടേബിളിൽ ഉണ്ടായിരുന്ന പൗഡർ എടുത്ത് അല്പം മുഖത്തേക്കിട്ടു. ബാക്കി വന്നത് കഴുത്തിലൊക്കെ പുരട്ടുമ്പോഴായിരുന്നു കഴുത്തിൽ കിടന്ന താലിയിലേക്ക് വീണ്ടും നോട്ടം ചെന്നത്. ഡേവി ഇത് കഴുത്തിൽ കെട്ടും വരെ ഒരു പേടി സ്വപ്നമായിരുന്നു ഈ താലി. എന്നാൽ അതിനുശേഷം അതേക്കുറിച്ച് ഓർത്തിട്ട് പോലുമില്ലെന്നുള്ളതാണ് നേര്. അതുമാത്രമല്ല, ഇത് കഴുത്തിൽ കിടക്കുന്നത് ഓർത്തിട്ട് ആകുലതകളൊന്നുമില്ല. എപ്പോഴൊക്കെയോ ഇതിൻ്റെ അധികാരപരിധി ഉപയോഗിച്ചിട്ടുമില്ലേ? അതിനൊക്കെ ഒരർത്ഥമല്ലേ ഉള്ളൂ. ഡേവിഡ് എബ്രഹാം കോശിയെപ്പോലെ അനുരാധയും ഈ താലിപ്പൊന്നിനെ വിലവെക്കുന്നു. അല്ലെങ്കിൽ പൊരുത്തപ്പെടാൻ മനസ്സൊരുക്കമാണ്. കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. അപ്പോഴേക്കും ഹാളിൽ നിന്നും റോസ്ലിൻ്റെ പ്രാർത്ഥന കേട്ടു തുടങ്ങിയിരുന്നു. പറഞ്ഞതുപോലെ അവർ തിരിവെച്ച് പ്രാർത്ഥന തുടങ്ങിയെന്ന് മനസ്സിലായതും അവൾ വേഗം മുറിയിൽ നിന്നിറങ്ങി അങ്ങോട്ട് ചെന്നു. ഹാളിൻ്റെ ഒരു വശത്തായി സെറ്റ് ചെയ്തിട്ടുള്ള രൂപക്കൂടിനു മുന്നിൽ തിരി തെളിച്ച് നിലത്ത് മുത്തുകുട്ടി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എബ്രഹാമും റോസ്ലിനും. അത് നോക്കിയൊരു നിമിഷം നിന്നിട്ട് അനുരാധയും ചെന്ന് അവർക്ക് പിന്നിലായി മുട്ടുകുത്തി. പ്രാർത്ഥനയ്ക്കിടയിൽ അത് കണ്ടെങ്കിലും എബ്രഹാമും റോസ്ലിനും പ്രാർത്ഥന തുടർന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവരുടെ ചുടികൾ നിശബ്ദമായി. പകരം അവർ ചൊല്ലിക്കൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായി അനുരാധയുടെ സ്വരമുയർന്നു. അത് കണ്ട് അവരിരുവരും അന്തം വിട്ട് പരസ്പരം നോക്കി. പിന്നെ വീണ്ടും പ്രാർത്ഥന തുടർന്നു. എബ്രഹാമും റോസ്ലിനുമൊപ്പം പ്രാർത്ഥന പൂർത്തിയാക്കിയിട്ട് തന്നെയായിരുന്നു അനുരാധയും എണീറ്റത്. എന്നു മാത്രമല്ല, എബ്രഹാമും റോസ്ലിനും പരസ്പരം സ്തുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളും അവർക്ക് സ്തുതി കൊടുത്തു. മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്ത അങ്കലാപ്പിലായിരുന്നുവെങ്കിലും അവരവൾക്കും സ്തുതി മടക്കി. ഡേവി തിരികെ എത്തുമ്പോൾ എബ്രഹാമും റോസ്ലിനും കൂടി ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനാ നേരത്ത് അനുരാധ ഒപ്പം കൂടിയതും പ്രാർത്ഥന ചൊല്ലിയതും സ്തുതി കൊടുത്തതുമൊക്കെയായിരുന്നു സംസാര വിഷയം. വന്നല്ലോ ഭർത്താവ് ഉദ്യോഗസ്ഥൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ കുടിച്ചിട്ടുണ്ടെന്ന് പിടികിട്ടിയ റോസ്ലിൻ അതിൻ്റെ കലിയോടെ മുരണ്ടു. 2 പേരും ഉണ്ടല്ലോ. എന്നാൽ പിന്നെ മരുമോളെ കൂടെ വിളിച്ച് നടുക്കിരുത്തി കൂടായിരുന്നോ? വന്ന പാടെ അവൻ ചോദിച്ചത് കേട്ട് റോസ്ലിൻ കടപ്പല്ലി ഞെരിച്ചു. മരുമോളാകണമെങ്കിൽ അവളെ നാടും നാട്ടുകാരും അറിഞ്ഞ് കർത്താവിനെ സാക്ഷിയാക്കി നീ മിന്നു കെട്ടണം. അല്ലാതെ ഇരുട്ടത്തേതേലും പെരുവഴി വെച്ച് കെട്ടിയാൽ പോരാ. അതും നേരെ. അതിന് ഞാനിപ്പോൾ തന്നെ ഒരു തീരുമാനമാക്കിയേക്കാം. അതിനാ ഞാനും വന്നത്. അവൾ എന്തിയേ? ഡേവി പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി ആടിയാടി അകത്തേക്ക് പോകുന്നവനെ റോസ്ലിൻ പുറകേന്ന് വിളിച്ചു. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ പുറകേന്ന് വിളിക്കല്ലേ മമ്മി. നീ എന്നാ നല്ല കാര്യത്തിനാ ഇപ്പോൾ പോണേ? വേറെന്നതാ, ഞാൻ മിന്നു കെട്ടിയ ഒരുത്തിയില്ലേ ഇവിടെ, അനുരാധ. അവളോട് എനിക്കിപ്പോൾ സംസാരിക്കണം. അവൻ ഈണത്തിൽ പറയുന്നത് കേട്ട് റോസ്ലിൻ ഭർത്താവിനെ നോക്കി. അയാളാണെങ്കിൽ തടയേണ്ടെന്ന മട്ടിൽ കണ്ണടച്ച് കാണിക്കുകയാണ് ചെയ്തത്. അവൾ മോളിലല്ല, താഴെ ഞങ്ങളുടെ മുറിയുടെ അടുത്ത മുറിയില്ല. അത്രമാത്രം പറഞ്ഞിട്ട് അവർ തിരികെ വന്ന് പഴയ സ്ഥാനത്തിരുന്നു. കുഴപ്പമാവൂ വെച്ചായ അവൻ ഈ കോലത്തിൽ? റോസ്ലിൻ ആവലാതിപ്പെട്ടു. ഒരു കുഴപ്പവുമില്ല, അവർ സംസാരിക്കട്ടെ.
അല്ലാതെ പിന്നെ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ തലയും വാലും ഇല്ലാതെ കഴിഞ്ഞു പോണത്. എബ്രഹാം പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് റോസ്ലിനും തോന്നി. ഡേവി മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ബെഡിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അനുരാധ. കൈകൾ പരസ്പരം കൂട്ടിത്തിരുമ്മി എന്തോ വല്ലായ്മയോടുള്ള ആ ഇരിപ്പിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു പുറത്തു നടന്ന സംസാരങ്ങളൊക്കെ അവൾ കേട്ടിട്ടുണ്ടെന്ന കാര്യം. ആഹാ, ഇവിടെ ഇരിക്കുമായിരുന്നോ അനുരാധ? വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് ഡേവി ചോദിച്ചതും അനുരാധ ബെഡിൽ നിന്നും എണീറ്റു. എല്ലാവരും പറയുന്നത് ചുമ്മാ മിന്നു കെട്ടിയതുകൊണ്ട് മാത്രം നീ എൻ്റെ കെട്ടിയോളാവത്തില്ലെന്നാ. അതിന് ഇയാളുടെ അംഗീകാരം കൂടി വേണം പോലും. നേരാ, പക്ഷേ ഞാൻ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ഓർത്തില്ല. ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങളുടെ താലിയാന്നേലും ഞങ്ങളുടെ മിന്നാന്നേലും അതിനൊരു പവിത്രതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അതുകൊണ്ടാണ് ഇനിയുള്ള കാലം കൂടെ പൊറുപ്പിച്ചോളാമെന്ന് പറഞ്ഞത്. പക്ഷേ അതിന് നിൻ്റെ കൂടെ സമ്മതം വേണമെന്ന് ഞാൻ ഓർത്തില്ല. ഡോറിൽ ചാരി നിന്ന് ഡേവി പറയുമ്പോൾ ആദ്യമായി അവനെ നോക്കിക്കാണുകയായിരുന്നു അനുരാധ. കറുത്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം. കട്ടിപ്പുരുകങ്ങളും താടിയുമൊക്കെ ആ മുഖത്തിൻ്റെ ആകർഷണം കൂട്ടുന്നതാണ്. മുടിയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നും പിന്നിലേക്ക് ചീകി വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഒരുപാട് നീളത്തിലല്ലെങ്കിൽ പോലും കുറച്ച് നീട്ടി വളർത്തി അത് ടൈ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കയ്യിൽ കിടക്കുന്ന വെള്ളി ബ്രേസ്ലെറ്റ് അല്ലാതെ ശരീരത്തിൽ ആഭരണങ്ങളൊന്നുമില്ല. എങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടമാകുന്നൊരു രൂപമായിരുന്നു ഡേവിഡ് എബ്രഹാം കോശി എന്ന ഡേവിയുടേത്. ഇതുവരെ ചോദിച്ചില്ല, പക്ഷേ ഇപ്പോൾ ചോദിക്കാനാ ഞാൻ വന്നത്. താൻ ഈ മിന്നിന് എന്നേലും വില കൽപ്പിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെയാ, ഇച്ചിരി കള്ളുകൂടിയും വള്ളിപിടുത്തവും ഒക്കെ ഉണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് പണക്കാരൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കാലങ്ങളും ആയിട്ടില്ല. ഇതൊക്കെയാണ് ഞാൻ. ഞാൻ കെട്ടിയ മിന്നാ തൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. അതുമായി പൊരുത്തപ്പെടാൻ താൻ തയ്യാറാണോ? അല്ലെങ്കിൽ... അവനൊന്ന് നിർത്തിയതും അനുരാധ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിൽ പിന്നെ അത് അഴിച്ചങ്ങ് കളഞ്ഞേര്. എന്നിട്ട് തൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. ഈ മിന്നെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ബന്ധിക്കപ്പെട്ടവർ രണ്ടാളും അംഗീകരിച്ചാലേ അതിനൊരു വിലയുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തീരുമാനം എന്നതായാലും പറഞ്ഞു. എനിക്ക് കുറച്ച് സമയം വേണം. എന്നാന്ന്? പെട്ടെന്നുള്ള അവളുടെ മറുപടി കേട്ടതും ഡേവി അമ്പരപ്പോടെ ചോദിച്ചുപോയി. എനിക്ക് കുറച്ച് സമയം വേണമെന്ന് അവൾ വീണ്ടും ആവർത്തിച്ചതും ഡേവി കണ്ണുമിഴിച്ച് അവളെ നോക്കി. അതുവരെ അവളുടെ മുന്നിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ തോന്നി അവന്. കെട്ടുതാലിയെ വെറുമൊരു തമാശയെ കാണാൻ മാത്രം വിശാല മനസ്സൊന്നും അല്ല എനിക്കും. പക്ഷേ എല്ലാം ഒന്ന് അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. പതിഞ്ഞതെങ്കിലും ദൃഢസ്വരത്തിൽ പറയുന്നവളെ നോക്കി നിന്നുപോയി ഡേവി. അവന് പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ. ഞാനെന്നാ പൊക്കോട്ടെ? ഇനിയും അവളുടെ മുന്നിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടെന്ന പോലെ അവൻ വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞതും അവൻ്റെ ഇടംതോള് തുറന്നു കിടന്ന കതവിൽ ശക്തിയിലിടിച്ചു. കർത്താവേ! മദ്യപിക്കുക കൂടി ചെയ്തതുകൊണ്ട് ബാലൻസ് തട്ടി വീഴാൻ തുടങ്ങിയതും വെപ്രാളത്തിൽ ഡേവി കയറി പിടിച്ചത് അനുരാധയുടെ തോളിലായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവളും അവനെ വീഴാതെ താങ്ങി നിർത്തി. ഇപ്പോൾ ഡേവിയുടെ ഒരു കൈ അനുരാധയുടെ തോളിലും മറ്റേത് വാതിൽപ്പടിയിലുമായിരുന്നു. ആ നിൽപ്പിൽ ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. കരിയെഴുതാത്ത അവളുടെ വിടർന്ന മിഴികളും തിളങ്ങുന്ന കവിളും നനുത്ത ചൊടികളുമെല്ലാം ഡേവി കൗതുകത്തോടെ നോക്കി നിന്നു. തുടരും.